ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗാപ്രസാദ് ദിലീപിന്റെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ മറഞ്ഞു നിൽക്കുക, മതിലിൻ്റെ അവിടെ ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. ആരെങ്കിലും കാണുന്നുണ്ടെന്നൊക്കെ അറിയാനായിട്ട്. ഈ വാഴലയായിട്ടാണ് ഈ ഗംഗാപ്രസാദ് വന്നിരിക്കുന്നത്. ഈ സമയം തന്നെ ഗംഗാപ്രസാദിന്റെ അമ്മയും ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുകയാണ്. കല്യാണ തിരക്കൊക്കെയാണല്ലോ. അപ്പോൾ ഈ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര പരാതി. ഇത് എന്തൊരു കഷ്ടമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം പേടിച്ചാണ് ഈ കല്യാണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവനോട് ഞാൻ പറഞ്ഞതാണ് നമുക്ക് ഈ ബന്ധം വേണ്ട എന്ന്. പക്ഷേ അവൻ എന്തോ ഇതിന് സമ്മതിക്കുന്നില്ല. അവൻ ആ പെണ്ണിനെ തന്നെ മതി എന്ന് ഒറ്റ വാശി. അതുകൊണ്ടാണ് ഈ ഒരു കല്യാണം നടക്കാനുള്ള കാരണം. പക്ഷേ അവനൊരുത്തനില്ലേ ജയിലിൽ ചാടിയവൻ, എന്താ പേര്, ഗംഗാപ്രസാദ്. അവനെ പേടിച്ചാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ളവരല്ലെങ്കിലും ഇതെന്തൊരു കഷ്ടമാണല്ലേ. ഈ ചെറുക്കന് ഈ പെണ്ണല്ലാതെ വേറെ ഒന്നിനും കിട്ടിയില്ലേ. എന്ത് ചെയ്യാനാ, അവനോട് ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഒരു കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷേ അതിങ്ങനെയായിപ്പോയി. ആ പെണ്ണും കുറേ പറഞ്ഞൊക്കെ നോക്കി ഇവനെ പിന്തിരിപ്പിക്കാനായിട്ട്. പക്ഷേ ആ പെണ്ണിനെ തന്നെ വേണമെന്ന് ഒറ്റ വാശിയല്ലേ. അപ്പോൾ നമുക്കിതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അതൊരു കണക്കിന് പറഞ്ഞാൽ ശരി തന്നെയാണ് കേട്ടോ. വീതിച്ചതല്ലേ കിട്ടുള്ളൂ എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗംഗാപ്രസാദ് വീട്ടിലേക്ക് കയറി വാഴലയായിട്ട് നേരെ ഇവരുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. എന്താ വേണ്ടത് എന്നൊക്കെ ദിലീപിൻ്റെ അച്ഛൻ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ സാറേ, വാഴല വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ വാഴലയും കൊണ്ട് വന്നാണ്. ശരിയാ, വാഴല വേണമായിരുന്നു. ശരി, നിങ്ങളെ ആ വാഴല അങ്ങോട്ട് കൊണ്ടേ വെച്ചേരട്ടോ. ശരി സാറേ, കൊണ്ടേ വെച്ചേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു വയസ്സായ ഒരു അപ്പൂപ്പൻ്റെ രീതിയിലാണ് ഗംഗാപ്രസാദ് സംസാരിക്കുന്നത് അവിടെ. അപ്പോൾ ഗംഗാപ്രസാദ് നേരെ ഇതിലേക്ക് കയറുകയാണ്, അടുക്കളയിലേക്ക്. അപ്പം അടുക്കളയിലേക്ക് കയറി അടുക്കളയെ കൊണ്ട് ഈ ഒരു വാഴയിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ചുറ്റുപാടൊന്ന് നോക്കിയാണ് എവിടെ നിന്ന് എങ്ങനെ കയറാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടണമല്ലോ. അതിനുവേണ്ടി തന്നെ ഗംഗാപ്രസാദ് സകലമാന കാര്യങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഗംഗാപ്രസാദിന് കാര്യങ്ങളെ പക്ഷേ അപ്പുറം തന്നെ ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഗംഗാപ്രസാദിനെയാണ് കൂടുതൽ പേടിക്കേണ്ടത്. അവൻ കല്യാണം മുടക്കാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ്. ഈ കാർത്തികയെ കൊല്ലാനും. ദൈവമേ, ഏതാകും എന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പോൾ നമുക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. കല്യാണമൊക്കെ ഇങ്ങോട്ട് അടുത്തില്ലേ. ഇനിയിപ്പോൾ കല്യാണം മുടക്കിക്കൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ. ഇനി അവൻ ഏത് രൂപത്തിലും ഏത് വേഷത്തിലും വരുമല്ലോ. അവൻ കാട്ടിൽ പോയി ഒരു മൂപ്പനെയൊക്കെ കൊന്നിട്ടാണ് തിരിച്ചു വീണ്ടും വന്നിരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ അവൻ എവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം എന്ന് ഇവരിങ്ങനെ ഇരുന്ന് കൂട്ടത്തോടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ഗംഗാപ്രസാദിനെ കുറിച്ചും അതേപോലെ തന്നെ കല്യാണത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഈ കാർത്തികയുടെ ആങ്ങളെയാണ് ഈ ഗംഗാപ്രസാദ്. പക്ഷേ ഈ കാർത്തികയെ ഗംഗാപ്രസാദിന് തീരെ ഇഷ്ടമല്ല. ഇവർക്കും ഇഷ്ടമൊന്നുമല്ല. നേരത്തെ മുതൽ ഇവൻ ഈ തല്ലുകൊള്ളിത്തരമായിട്ട് നടക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. കാർത്തികയോട് തീരാത്ത പകയും. ഈ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാനാണ് അവരിങ്ങനൊരു കാര്യം ചെയ്യുന്നതെന്നൊക്കെയാണ് നാട്ടുകാരോട് പറഞ്ഞ അറിവേ എന്ന് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഗംഗാപ്രസാദ് മനസ്സിൽ ഇവിടെ അടുക്കളയിൽ നിന്ന് ചിന്തിക്കുകയാണ്. ഏതായാലും നിങ്ങളുടെ മോന് അന്ത്യം തന്നെയാണ്. കാരണം നിങ്ങളുടെ മോന് കെട്ടാൻ പോകുന്നത് എനിക്കിഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ പിന്നെ അവൻ അതിൽ നിന്ന് പിന്മാറായിരുന്നല്ലോ. ഞാനൊരു വ്യക്തി ശത്രുവായിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതിൽ നിന്ന് പിന്മാറായിരുന്നു. പക്ഷേ അവൻ പിന്മാറിയില്ല. അതെല്ലാം അവൻ്റെ വിധിയായിട്ട് ഇനി കരുതിയാൽ മതി. അങ്ങനെ ഗംഗാപ്രസാദ് നേരെ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. സാറന്മാരെ, ഞാനെന്നാ പൊയ്ക്കോട്ടെ. പൈസ പിടിച്ചോ? അയ്യോ വേണ്ട, പൈസയൊന്നും വേണ്ട, അത് കടയിൽ കൊടുത്താൽ മതി, എൻ്റെ കയ്യിൽ തരണ്ടേ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പൈസ എത്രയെന്ന് പറയുക. അത് പിന്നെ ഒരു 500 രൂപയാണെന്നാണ് കടയിൽ പറഞ്ഞത്. ശരി, ഇത് 600 രൂപയുണ്ട്, കയ്യിൽ വെച്ചോ. ശരി സാറന്മാരെ, എന്നാൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് ആ പൈസയെ മേടിച്ചോട്ട് എസ്കേപ്പ് ആവുകയാണ്. അപ്പോൾ പാവമല്ലേ. ഏതായാലും 100 ഇല കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളൂ, കുറേ ഇല കൊണ്ടുവന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഇലയുടെ ആവശ്യമുണ്ട്. ഇല ഇരുന്നോട്ടെന്നേ, വരുന്നവർക്കൊക്കെ ഇലയിൽ ഭക്ഷണം കൊടുക്കാമല്ലോ. അപ്പോൾ എളുപ്പപ്പണിയായില്ലേ. അങ്ങനെ കൂടുതലൊന്നും വരാനൊന്നുമില്ലെന്നേ. ഈ കല്യാണക്കാര്യത്തെക്കുറിച്ച് പേടിച്ചത് കൊണ്ടേ കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ. കാരണം കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ ഇടയിൽ ഒളിച്ചിരിക്കും അവൻ. അപ്പോൾ പിന്നെ പണി പാളൂലേ.
അതുകൊണ്ട് കുറച്ച് പേരെ കല്യാണത്തിന് വിളിച്ചിട്ടുള്ളൂ. ദൈവവിധി, അല്ലാണ്ട് എന്തു പറയാനാ. അങ്ങനെ ഗംഗാപ്രസാദ് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ അടുക്കള കുത്തി തുറന്ന് കയറാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. കാരണം ഈ ഗംഗ അകത്തേക്ക് കയറിയപ്പോൾ പുറത്തേക്ക് ഇറങ്ങണമല്ലോ, വാഴലയും കൊണ്ടു വന്ന ഒരാളാണല്ലോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ഇവർ സംശയിക്കില്ലേ. അങ്ങനെ അടുക്കള തുറക്കാനുള്ള ഒരു പങ്കപ്പാട്, ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്തിട്ട് ഈ അടുക്കളയുടെ ആ കീഴിന് ആ ഭാഗം ഈ തുരന്നിങ്ങനെ തുളച്ച് ആ ഒരു ലോക്ക് ഉടയ്ക്കുകയാണ്. അങ്ങനെ ഗംഗാപ്രസാദ് അടുക്കളയിലേക്ക് കയറുകയാണ്. അടുക്കള വാതിൽ കുത്തി തുറന്ന് അങ്ങനെ കയറുകയാണ്. കയറിക്കഴിഞ്ഞ് നമ്മുടെ ചുറ്റുപാട് എവിടെ ഒളിച്ചിരിക്കണം എന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയില്ല. അവനെ കൊല്ലണം, അവനെ കൊന്നാൽ മാത്രമേ കല്യാണം മുടങ്ങുള്ളൂ എന്ന് ഗംഗാക്ക് നന്നായിട്ടറിയാം. അങ്ങനെ ഗംഗ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന സമയത്ത് എന്തോ ഒരു ഗ്ലാസ്സോ എന്തൊക്കെയോ താഴത്തേക്ക് വീഴുക. അപ്പോൾ താഴത്തേക്ക് വീഴുന്ന ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതെ രേണു, അടുക്കളയിൽ എന്താ ശബ്ദം? അയ്യോ എൻ്റെ ദൈവമേ, ആകെ പേടിയാന്നല്ലോ. ഇനിയിപ്പോൾ ഒരു മനസമാധാനമില്ല. അവനെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാകും. അവനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഞാനേ അടുക്കളയിൽ ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രേണു ആണെങ്കിൽ പതിയെ അടുക്കളയിലേക്ക് കയറി പേടിച്ച് വിറച്ചാണ് അടുക്കളയിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ രേണു വരുന്നത് ഗംഗ കാണുകയാണ്. അപ്പോൾ ഗംഗ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗംഗ പെട്ടെന്ന് ഫ്രിഡ്ജിൻ്റെ മറവിലേക്ക് ഒളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഈ തള്ളയാണെങ്കിൽ ഫുള്ളായിട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആരെയും കാണില്ലേ, എനിക്ക് തോന്നിയതായിരിക്കും. ഒന്നും വീണിട്ടൊന്നുമില്ലല്ലോ, ശബ്ദമൊന്നുമില്ലല്ലോ, എനിക്ക് തോന്നിയതായിരിക്കും, മനസ്സിലെ ഒരേ പേടി കൊണ്ടേ ഇങ്ങനെ തോന്നുന്നതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ രേണു അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കുമാണ് ഗംഗയ്ക്ക് സമാധാനമായത്. കാരണം ഇവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെയും കുത്തി മലർത്തണമെന്ന് ഗംഗയ്ക്ക് നന്നായിട്ട് അറിയാം. ഇനി ആ ഒരു കൊലപാതകം നടത്താനായിട്ട് പറ്റില്ല. അപ്പോൾ ഗംഗയാണെങ്കിൽ എടാ ദിലീപേ, എടാ നിനക്ക് അന്ത്യം തന്നെയാടാ. എന്നെക്കുറിച്ച് നിനക്ക് ശരിക്കും അറിയാൻ പാടാത്തത് കൊണ്ടാണ്. നിന്നെ കൊല്ലണമെന്നോ എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് നിൻ്റെ മേലെ ഒരു ശത്രുതയേ ഇല്ല. പക്ഷേ അവളുടെ കല്യാണം മുടക്കണമെങ്കിൽ നിന്നെ കൊന്നേ മതിയാവുള്ളൂ. ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചുറ്റുപാടുണ്ട്, കിരണും കാര്യങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ട് അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്നെ കൊല്ലാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗ അവിടെ നിന്ന് നേരെ ബെഡ്റൂമിലൊക്കെ കയറി ചെല്ലുകയാണ്. ഈ സമയം തന്നെ നമ്മുടെ ദിലീപും കൂട്ടരൊക്കെ പുറപ്പെടാനുള്ള പരിപാടി. അപ്പോൾ ദിലീപിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയണം, എടാ മോനെ നീ സൂക്ഷിക്കണോട്ടാ, ഈ സമയത്ത് നിനക്ക് പുറത്ത് പോകണോടാ. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ പുറത്തോട്ട് പോയാൽ എന്താ ഇപ്പം പ്രശ്നം? അതല്ലടാ, അറിയാലോ കാര്യങ്ങളെല്ലാം. ആ ഗംഗാപ്രസാദ് എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടാവും, പല വേഷത്തിലായിരിക്കും, പറയാനായിട്ട് പറ്റില്ല എൻ്റെ അമ്മേ. ഞാൻ കാർത്തികയ്ക്ക് വാക്ക് കൊടുത്താണ് അങ്ങോട്ട് ചെല്ലാന്ന്. പിന്നെ എൻ്റെ പിറന്നാളും കൂടിയല്ലേ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊന്നും അവളെ കണ്ടിട്ടില്ല. ചില ഫ്രണ്ട്സുകളെല്ലാം നാളെ പോവുകയും ചെയ്യും. അതുകൊണ്ട് അവളെ ഒന്ന് പോയി കാണട്ടെ, കണ്ടെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. എന്ത് പറയാനാ എടാ, ഈ കല്യാണത്തിനോടൊന്നും എനിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നീ കല്യാണത്തിന് സമ്മതിക്കാതിരുന്ന് ഈ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, ഏതോ കാരണവശാൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നിനക്ക് ഈ പെണ്ണെ ആലോചിച്ചത്. പിന്നെ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴേക്കും നിന്നോട് പിന്മാറാനും പറഞ്ഞു. പക്ഷെ നീ പിന്മാറുമോ? പിന്നെ പിന്മാറിക്കഴിഞ്ഞാലും നീ വേറൊരു കല്യാണത്തിന് തയ്യാറാവില്ലെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ടാടാ, ഗതി കെട്ടിട്ടാണ് ഞങ്ങൾ ഈ കല്യാണത്തിന് നിന്നെ കൊണ്ട് സമ്മതിപ്പിച്ചത്. എന്ത് ചെയ്യാനാ? ശരിയമ്മേ, ഇനി ഈ കാര്യത്തെക്കുറിച്ച് പറയണ്ട, ഞാൻ ഏതായാലും അങ്ങോട്ട് പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിലീപും കൂട്ടരൊക്കെ അവിടെ കാർ എടുത്തോട്ട് പോവാണ്. അമ്മയ്ക്കാണെങ്കിൽ വല്ലാത്ത ആദ്യം തോന്നുക. ഈ സമയം തന്നെ ഗംഗാപ്രസാദ് ആണെങ്കിൽ ബെഡ്റൂമിനകത്ത് കയറി. അവനേതായാലും വരുമല്ലോ, അവനെ ഞാൻ തീർക്കും. ബെഡ്റൂമിനകത്ത് കയറി ചുറ്റുപാടും ഇങ്ങനെ നോക്കുകയാണ് ഏതൊക്കെ വഴിയുണ്ട്. ഇനി അഥവാ അവനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിലും ഗംഗാപ്രസാദിന് രക്ഷപ്പെടണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചുറ്റുപാടൊക്കെ നോക്കിയാണ്, എന്തെങ്കിലും വഴിയൊക്കെ കാണും എന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയെ ഒരുക്കുകയാണ് കല്യാണിയും കൂട്ടരും. അപ്പോൾ കാർത്തിക പറയണം, ഒത്തിരി ഒരുക്കൊന്നും വേണ്ട, ദിലീപേട്ടനെ കണ്ടിട്ടുള്ളല്ലേ, പിന്നെന്തിനാ കൂടുതൽ ഒരുക്കുന്നത്? ചേച്ചി, എന്നാലും ഇത് ഞങ്ങളുടെ സന്തോഷമാണല്ലോ ചേച്ചിയെ ഒരിക്കലില്ലെങ്കിലും സുന്ദരി തന്നെയാണ്. പക്ഷേ എൻ്റെ ചേച്ചിയെ ഒരുക്കാനാണ് എനിക്കിഷ്ടം. ഇങ്ങനൊരു അവസരം എനിക്കിട്ടില്ലല്ലോ ചേച്ചി. അതുകൊണ്ട് ചേച്ചി ഒരുങ്ങിക്കോ. ദിലീപേട്ടനെ കണ്ടാലും ഇല്ലെങ്കിലും ദിലീപേട്ടൻ്റെ കൂടെ കുറെ കൂട്ടുകാരൊക്കെ വരുന്നില്ലേ, അപ്പോൾ അവർക്കൊക്കെ കാണണ്ടേ ചേച്ചിയെ? എൻ്റെ ചേച്ചിയെ കണ്ടേ കൂതിയിടണം അവര് എന്നിങ്ങനെ കല്യാണി പറയുക. അപ്പോഴും അമലുവിൻ്റെ മുഖത്തൊരു സന്തോഷവുമില്ല. അപ്പോൾ ചോദിക്കുകയാണ്, എന്താ അമലു, നീ എന്താ ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? ആ കാര്യമൊക്കെ വിട്, പഴയ കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. അവൻ ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ അവനെ തീർക്കാൻ വേണ്ടിയാണ് ചുറ്റുപാട് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എന്തിനാ ടെൻഷൻ? പിന്നെ അതുകൂടാതെ നിന്റെ വീരപുരുഷനില്ലേ വേലു,
വേരുള്ളപ്പോൾ നീ ഒരു കാരണവശാലും ഭയപ്പെടേണ്ടല്ലോ അമലു എന്നൊക്കെ ഇങ്ങനെ പറയാം. പക്ഷെ അമലുവിന് അപ്പോഴും ഭയങ്കരമായിട്ടും പേടി ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വന്ന് കുതിച്ചിങ്ങനെ വരികയാണ്. അപ്പോൾ അവനെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ? അവനെ സ്നേഹിച്ചു നീ, അത് പോട്ടെ, പക്ഷെ നിനക്ക് അബദ്ധമൊന്നും പറ്റിയില്ലല്ലോ എന്നിങ്ങനെ ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമലു കല്യാണിയെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ കല്യാണിക്ക് ഒരുപാട് സങ്കടം തോന്നുകയാണ്. ഇനി ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയണ്ടെന്നേ. അതല്ല കല്യാണി, ഇവൾക്ക് നല്ലൊരു ഡ്രസ്സ് വേണ്ടേ? ഈ വേഷത്തിലാണ് അവൾ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവളോട് പറഞ്ഞതാണ്, ഇവൾക്ക് എടുത്തു കൊടുത്തതാണ് നല്ല ഡ്രസ്സൊക്കെ. പക്ഷേ ഇവളാണെങ്കിൽ ഇടാൻ തയ്യാറാവോ? അതും ഇല്ല. അമലു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സെറ്റപ്പായിട്ട് നിൽക്കണ്ടേ? കല്യാണ വീടല്ലേ, ഇങ്ങനെ മൂകതയായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവോ? അങ്ങനെ നമ്മുടെ കാർത്തികയെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരുക്കുക. കല്യാണിയും ബാക്കി എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ കിരണിനെയും അതേപോലെ തന്നെ രതീഷിനെയും ബാക്കിയുള്ളവരൊക്കെ കാണിക്കണം. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കണം. ഏതായാലും ദിലീപ് ഇപ്പം തന്നെ എത്തും. അങ്ങനെ എത്തും എന്ന് പറയുന്ന സമയത്ത് അവരെത്തുകയാണ്. അതേ വന്നല്ലോ ദിലീപ്. ദിലീപേ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര സ്നേഹപ്രകടനം. ഏതായാലും കറക്റ്റ് സമയത്ത് എത്തിയല്ലോ എന്നൊക്കെ പറയാം. കൂട്ടുകാരും ഉണ്ട്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ കാർത്തികയെ ഒന്ന് കാണാന്നൊക്കെ വിചാരിച്ചു. ബർത്ത്ഡേ കേക്കൊക്കെ ഞങ്ങൾ റെഡിയാക്കി ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആണോ? ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെ, ദിലീപ് വന്ന കാര്യം ഒന്ന് പറഞ്ഞിട്ട് പോര് എന്നിങ്ങനെ പറയുകയാണ് ഒരു സ്ത്രീയോട്. അപ്പോൾ കാർത്തികയോട് ചെന്നിങ്ങനെ പറയാണ്, അതെ ആള് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കാർത്തിക ഒന്നും കൂടി ഒന്ന് കണ്ണാടി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി മതി സുന്ദരി ആട്ടോ, മേക്കപ്പ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ആള് ഇപ്പോ കണ്ണാടി നോക്കി സൗന്ദര്യം ആസ്വദിക്കുന്നു. ഒന്ന് പോ കല്യാണി, മനസ്സിലായി. ഏതായാലും ദിലീപേട്ടൻ വന്നല്ലോ, ചേച്ചി അങ്ങോട്ട് ചെല്ലെന്ന് പറയാം. അപ്പോൾ ലക്ഷ്മിക്കും ദിലീപിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ ആശ്വാസം തോന്നുക. അപ്പം ദിലീപ് നേരെ കേക്കിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. കാർത്തികയെ നമുക്ക് രണ്ടുപേർക്കും കൂടി കേക്ക് മുറിച്ചാലോ? അതെന്തിനാ ദിലീപേട്ടാ? നമുക്ക് രണ്ടുപേർക്കും കൂടി മുറിക്കുന്ന ദിലീപേട്ടൻ്റെ പിറന്നാളല്ലേ എന്നിങ്ങനെ പറയാ. അപ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അതെ ദിലീപിൻ്റെ പിറന്നാളാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഒന്നാ, അതുകൊണ്ട് രണ്ടല്ല, അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് കേക്ക് മുറിച്ചാൽ മതി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവരുടെയും ഇഷ്ടപ്രകാരം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണ് എന്ന് പറയാം. അങ്ങനെ ആ കേക്ക് മുറിക്കുക. അങ്ങനെ കേക്ക് മുറിച്ച് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് വായിലേക്ക് വെച്ചൊക്കെ കൊടുക്കുകയാണ്. എല്ലാവർക്കും വളരെ സന്തോഷം. കല്യാണിയും കിരണും എല്ലാവരും ഒരുമിച്ച് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. അതെ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ഫ്രണ്ട്സുകളെല്ലാം വെയിറ്റിംഗ് ആണ്. അപ്പോൾ എനിക്ക് ഉടനെ തന്നെ പോകേണ്ടതുണ്ട്. അതുമാത്രമല്ല ഇനിയൊരു കേക്ക് മുറിക്കൊന്നുമില്ല, എന്നാലും അവരുടെയൊക്കെ ഒരു സന്തോഷമല്ലേ, ഒന്ന് കൂടണം. അതുകൊണ്ട് വീട്ടിലേക്ക് ഇനി പോകണം. കാർത്തികയെ കാണണമെന്നൊരാഗ്രഹം കൂട്ടുകാരൊക്കെ പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് പേരെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഈ ഒരു ബർത്ത്ഡേ ആഘോഷം ഇവിടെ ആഘോഷിക്കാനായിട്ട് സാധിച്ചല്ലോ, അതിന് വളരെയേറെ സന്തോഷമുണ്ടെന്നും ഈ ദിലീപ് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ മോനെ പോകുമ്പോൾ സൂക്ഷിച്ചു പോണേ, ഒരുത്തൻ എവിടെയോ മറിഞ്ഞിരിക്കുന്നുണ്ട്, ഏതു വേഷത്തിൽ വേണമെങ്കിലും വരാം, അപകട സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് സൂക്ഷിക്കണേ മോനെ എന്ന് മുത്തശ്ശി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ വിടും മുത്തശ്ശി, ആർക്കാണ് അപകടമില്ലാത്തത്? എല്ലാവരും സൂക്ഷിക്കണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. എനിക്ക് മാത്രമാണോ? എല്ലാവർക്കും അപകടം മറിഞ്ഞിരിക്കുകയാണ്. ഓരോരുത്തരും നമ്മളെ ആക്രമിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുകയല്ലേ. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യേണ്ടി വരും. അതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു പേടിയില്ല എൻ്റെ മുത്തശ്ശി, അത് വിട്ടേരെന്ന് പറയാ. അപ്പോൾ ദിലീപിൻ്റെ ഓവർ കോൺഫിഡൻസ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്, ചിലവർക്കൊക്കെ പേടിയുണ്ട്. അങ്ങനെ ഗംഗാപ്രസാദിനെ കാണിക്കുകയാണ്. അപ്പോൾ ഗംഗാപ്രസാദ് ആണെങ്കിൽ മറഞ്ഞിരിക്കുക. ഇനിയിപ്പോൾ അവൻ വരാൻ ടൈമായി, അവൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് ദിലീപിൻ്റെ കട്ടിൻ്റെ അടിയിൽ കയറിയാണ് ഇരിക്കുന്നത്. അവൻ വന്ന ഉടനെ തന്നെ അവനെ കുത്തി മലർത്തണം, ഇനി അതേ ഉള്ളൊരു വഴി. ഏതായാലും കാർത്തികയുടെ വീട്ടിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല, അവിടെ ഭയങ്കര തിരക്കും ബഹളവും ഒക്കെ ആയിരിക്കും. കിരണും ബാക്കിയുള്ളവരെല്ലാവരും ചുറ്റുപാട് നോക്കി നിൽക്കുകയായിരിക്കും എന്നെ കിട്ടാൻ വേണ്ടി, എന്നെ തകർക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല, എനിക്ക് ഇവനെ മതി. പക്ഷേ പാവം ഇവനെ കൊല്ലണമെന്ന് എനിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ പൊന്നു മോനെ, നിനക്ക് ചാകാൻ എൻ്റെ കൈ കൊണ്ട് തന്നെയാണല്ലോ വിധി എന്ന് ഗംഗാപ്രസാദ് പറയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.